ഈ കാണുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ ശംഖുമുഖം കടൽ തീരമാണ്. ഒരു കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായി മാറിയ ശംഖുമുഖം കടൽ തീരം ഇപ്പോൾ കടൽ എടുത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. തീരം പോലും കടൽ വിഴുങ്ങിയ കാഴ്ചയാണിപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതായത് തീരമേ തന്നെ ഇല്ലാത്ത രീതിയിൽ കടലേറ്റത്തിൽ ശംഖുമുഖത്തിൻ്റെ തീരവും റോഡുമൊക്കെ കവർന്നിരിക്കുകയാണ്. അതായത് മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ ഈ തീരത്തേക്ക് കടൽ കയറുന്ന ഒരു പതിവുണ്ട്. ഇപ്പോൾ ഒരു അപായക്കൊടി വരെ നാട്ടിയിരിക്കുന്നു. അതായത് ആരും തന്നെ കടലിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: ശംഖുമുഖം കടപ്പുറത്ത് അതിശക്തമായ കടൽക്ഷോഭവും അപകട സാധ്യതയും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആരും തന്നെ കടൽ ഇറങ്ങരുത് എന്നാണ്. ഇതിപ്പോൾ കാണാൻ കഴിയും. ലൈഫ് ഗാർഡുമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി ഒരു ബോർഡ് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് കടൽ ഇരച്ചു കയറി കരയിലേക്ക് എത്തുകയാണ്. ഈ കാണുന്നതൊക്കെ കടൽ ഭിത്തി നിലവിലുണ്ടായിരുന്ന സ്ഥലമാണ്. അതായത് കടലേറ്റം രൂക്ഷമാകാതിരിക്കാനായിട്ട് കടൽ ഭിത്തി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പണിത ഈ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ തീരശോഷണം സംഭവിക്കുകയും കരയിലേക്ക് കയറുകയും തുടർന്ന് ഈ കല്ലെല്ലാം പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിൽ വളരെയധികം തീരശോഷണം തന്നെയാണ് ഇപ്പോൾ നമുക്കിവിടെ അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു ശംഖുമുഖം തീരം തന്നെയാണ് ഇത്. പക്ഷേ ഇപ്പോൾ തീരം അത്രയും കടലെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഒരു ചുവപ്പ് കൊടി അവിടെ നാട്ടിയിട്ടുണ്ട്. അതായത് ഇത് ഒരു ഡേഞ്ചർ മേഖലയാണ് എന്ന് തന്നെയാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡേഞ്ചർ മേഖല ആയതുകൊണ്ട് തന്നെ അപായ ഒരു സൂചന തന്നെയാണ് ഇവിടെ കാണിക്കുന്നതും. അത്രമാത്രം കടൽ ഇരച്ച് കരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുമ്പ് വരേക്കും റോഡടക്കം ഈ കടൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ റോഡിലൊക്കെ തന്നെ റോഡ് വീണ്ടും പണിത് ശരിയാക്കിയിരുന്നു. എങ്കിലും ഇപ്പോഴും ഈ ഒരു സഞ്ചാരയോഗ്യമല്ലാത്ത തരത്തിലേക്കാണ് കടൽ കടന്നു കയറി വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിലാകുന്നത്. കടൽ ഇരച്ചു കയറുകയാണ് വിനോദസഞ്ചാരികളെല്ലാം ഈ തീരത്തിൽ. അതുമാത്രമല്ല, നിലവിൽ ശംഖുമുഖം തീരത്തെ പോലെ തന്നെയാണ് ഇപ്പോൾ കോവളം തീരത്തുനിന്ന് വിനോദസഞ്ചാരികളെല്ലാം തന്നെ സ്ഥലം വിട്ടു എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ ഈ ഒരു ശംഖുമുഖത്തെ അതേ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കോവളവും കടന്നു പോകുന്നത്. കാരണം തീരത്തിപ്പോൾ നിൽക്കാൻ പോലും അതായത് തീരത്തിപ്പോൾ നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൂരം നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും, വളരെയധികം ഇരച്ച് കലങ്ങിയാണ് കടലിപ്പോൾ കരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു നിൽക്കാൻ പോലും പാടില്ല എന്ന് തന്നെയാണ് കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം കടൽക്ഷോഭം തന്നെയാണ് പറയുന്നത്. ഒരുപക്ഷെ കള്ളക്കടൽ പ്രതിഭാസം എന്ന് തന്നെ പറയാം. അതായത് നിലവിൽ കടൽക്ഷോഭത്തെ മറ്റൊരു തരത്തിലായിട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മഴക്കാലമാണ് കൂടുതലും ഇതിനെ ബാധിക്കുന്നതെന്ന് തന്നെ അറിയാൻ കഴിയും. ഇപ്പോൾ വിനോദസഞ്ചാരികൾ ആരും തന്നെ ഇവിടെ എത്തിച്ചേരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്.